പാഴ്സൽ ലോറിയിൽ MDMA കടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് പിടിയിലായത്. കരയാമുട്ടം സ്വദേശി അജ്മലാണ് ബംഗളൂരുവിൽ പിടിയിലായിട്ടുള്ളത്. എറണാകുളം, തൃശൂർ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കുടിവെള്ള ബിസിനസിന്റെ മറവിലായിരുന്നു ലഹരി കച്ചവടം ഇയാൾ നടത്തിയിരുന്നത്. 198 ഗ്രാം MDMAയുമായി നേരത്തെ പിടിയിലായ പ്രതിയിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് ഇപ്പോൾ അജ്മലിനെ പിടികൂടിയത്. ഷബാസ് അഹമ്മദ് വിവരങ്ങൾ നൽകും. ഷബാസെ, കുടിവെള്ളമാണ് എന്നുള്ള വ്യാജേന വിൽക്കുന്നത് ലഹരിയാണ്, മാരക ലഹരി, അടുത്ത തലമുറയെ കാർന്നു തിന്നാൻ ആവശ്യമായ ലഹരി. ഈ കച്ചവടം ഇയാൾ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന ആളാണോ? ലഹരി മാഫിയയിലെ പ്രധാനിയാണ് ഇപ്പോൾ പിടിയിലായ വലപ്പാട് സ്വദേശി അജ്മൽ എന്നാണ് പോലീസ് പറയുന്നത്. പാഴ്സൽ സർവീസിന്റെ മറവിൽ ലഹരി കടത്തിയ കേസിൽ ഇയാൾ മാസങ്ങളായി ഒളിവിലായിരുന്നു. ഇപ്പോൾ പോലീസിന്റെ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഇയാൾ പിടിയിലായിരിക്കുന്നത്. നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നിന്ന് ലോറിയിൽ കേരളത്തിലേക്ക് വരുന്ന വഴി ബംഗളൂരുവിൽ വെച്ചാണ് പോലീസ് ഇയാളെ തന്ത്രപരമായി പിടികൂടുന്നത്. കഴിഞ്ഞ മെയ് 22-നാണ് ഇയാൾ ഉൾപ്പെട്ട കേസിൽ MDMA പിടിച്ചെടുക്കുന്നത്. ഈ എടമുട്ടം സ്വദേശിയായ മുഹമ്മദ് ഫാസിൽ എന്നയാളാണ് പാഴ്സൽ ലോറിയിൽ MDMAയും LSD സ്റ്റാമ്പും കടത്തിയിരുന്നത്. ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന വഴി തൃശ്ശൂരിൽ വെച്ചാണ് ഈ ഫാസിൽ പോലീസിന്റെ പിടിയിലാകുന്നത്. ഈ കാർഗോകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇയാൾ ലഹരി മരുന്ന് കടത്തിയത്. കളമശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പാഴ്സൽ കമ്പനിയുടെ വാഹനത്തിലായിരുന്നു ഈ ഫാസിൽ എന്നയാൾ ഈ ലഹരി കടത്തിയിരുന്നത്. പിന്നീട് പോലീസ് ഫാസിലിനെ കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇതിന് പിന്നിൽ മറ്റൊരാൾ കൂടിയുണ്ട് എന്ന കാര്യം വ്യക്തമാകുന്നത്. ഈ അജ്മലിന് വേണ്ടിയാണ് ഫാസിൽ ലഹരി എത്തിച്ചത് എന്നാണ് പോലീസിന് വിവരം ലഭിച്ചിരുന്നത്. ഒപ്പം തന്നെ ഫാസിൽ പറഞ്ഞ മറ്റൊരു കാര്യം, ഈ എത്തിക്കുന്ന ലഹരി കേരളത്തിൽ വിതരണം ചെയ്യുന്നത് ഈ അജ്മലാണ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ പ്രധാനമായും ലഹരി കച്ചവടം നടത്തുന്നയാളാണ് അജ്മൽ എന്ന വിവരമായിരുന്നു പോലീസിന് ലഭിച്ചത്. പിന്നീട് ഇയാളെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. പലതവണ ഈ അജ്മൽ എന്ന് പറയുന്നയാൾ നാഷണൽ പെർമിറ്റ് ലോറികളിൽ ബംഗളൂരുവിലേക്ക് പോയി കേരളത്തിലേക്ക് തിരിച്ചു വരാറുണ്ടായിരുന്നു. അങ്ങനെയും ഇയാൾ ബംഗളൂരിൽ നിന്ന് പലതവണ കേരളത്തിലേക്ക് ലഹരി എത്തിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം തന്നെ മറ്റു പ്രതികൾ കേരളത്തിലേക്ക് എത്തിക്കുന്ന ലഹരി ഇവിടെ ചില്ലറ വിൽപ്പനക്കാർക്ക് വിതരണം ചെയ്തതടക്കം അജ്മലാണ് എന്നാണ് പോലീസ് പറയുന്നത്. അത്തരത്തിൽ ഈ ലഹരി മാഫിയ സംഘത്തിലെ തന്നെ പ്രധാനിയായ ഒരാളാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്.